ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ബസ് റൂട്ടിന് നോക്കുവാണെങ്കിൽ വെറും 250 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, റോഡിനടുത്തായിട്ടാണ്. ഇപ്പൊ ഈ വീട്ടിലേക്ക് വരുന്ന വഴി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഭംഗിയായിട്ട് വീതിയുള്ള വഴി തന്നെയാണ്. അത്യാവശ്യം ഇന്റർലോക്കിംഗ് ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. 3,600 സെന്റിൽ 3.6 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 1,600 ആണ് സ്ക്വയർ ഫീറ്റ്. 4 ബെഡ്റൂമില് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ബഡ്ജറ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടു, 55 ലക്ഷം നെഗോഷ്യബിൾ പ്രൈസിലാണ് ഇന്ന് മാർബിൾ ഹോംസ് ഈ ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടതാണ് എങ്കിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ കാണുമ്പോഴേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് അറിയണ്ടേ. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 1.5 കിലോമീറ്റർ ആണ് വരുന്നത്, 1.5 കിലോമീറ്റർ. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 16 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് വെറും 13 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ വെറും 35 മിനിറ്റ് ട്രാവൽ ചെയ്താൽ മതി, 18 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി നോക്കുവാണെങ്കിൽ സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് വെറും 8 മിനിറ്റ് ദൂരമേ ഉള്ളൂ, 3.9 കിലോമീറ്റർ ആണ് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലാണ് എല്ലാവർക്കും അത്യാവശ്യം പറയേണ്ടത്. അവിടേക്ക് വെറും 12 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്തെത്താം. വെറും 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് നല്ലൊരു സ്കൂൾ നോക്കുവാണെങ്കിൽ ചാർട്ടർ സ്കൂളിലേക്ക്, അതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക്, ഇവിടേക്കൊക്കെ നമ്മുടെ കുട്ടി പോയി കഴിഞ്ഞാൽ വെറും 3 മിനിറ്റ് കൊണ്ട് കുട്ടി സ്കൂളിലെത്തും, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരും. വെറും 3 മിനിറ്റ്, 1.4 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും നല്ലൊരു സ്കൂളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ. അതുകൂടാതെ വിദ്യോദയ സ്കൂള് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ വീടിന്റെ എലവേഷൻ കണ്ടു, മധുരം നോക്കിക്കോളൂ. ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്, സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല ഡിസൈനിൽ തന്നെയാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയായിട്ടുള്ള 2 ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഭംഗിയുള്ളൊരു ഡിസൈനിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ വീടിനകത്തെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഗ്രാസും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ നോക്കിയാൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വലിയ മുറ്റത്ത് കിട്ടുന്നത്. നല്ല ലെങ്ത് ആയിട്ടുള്ള സ്പേസിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആ സമയത്ത് വീടിന്റെ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള ഡിസൈനും പെയിന്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലുള്ള പെയിന്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിന്റെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ധാരാളം ചെടികളൊക്കെ നടാനായിട്ട് സ്പേസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി നോക്കുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. യാതൊരു കൺജൻഷനും കൂടാതെ നടന്നു പോകാവുന്ന സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലൊരു ഫെസിലിറ്റി കാണാം. സാധാരണ ഒരു വീടുകളിലും കാണാത്തതും എന്നാൽ എല്ലാ വീടുകളിലും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ ഒരു ബിൽഡർ ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു ബോക്സ് അദ്ദേഹം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ്. ഇതിനകത്ത് നമുക്ക് ചെറിയൊരു പൈപ്പ് വരുന്നുണ്ട്. പൈപ്പ് കുഴലാണ് ആക്ച്വലി ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മീറ്റിന്റെ ആണെങ്കിലും ഫിഷിന്റെ ആണെങ്കിലും മുള്ള് അങ്ങനെയുള്ള വേസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റുകൾ, ഇങ്ങനെ വരുന്ന കിച്ചൺ വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരെ താഴേക്ക് അടിയിലേക്ക് പോയിട്ട് വലിയൊരു ടാങ്ക് ആണ് അത് കളക്ട് ചെയ്യുന്നത്. ആ ടാങ്കിലേക്കാണ് ഈ വേസ്റ്റ് ഫുള്ള് പോകുന്നത്. നിങ്ങൾക്കറിയാം, ടാങ്കിലേക്ക് വേസ്റ്റ് പോയി കഴിഞ്ഞാൽ ബാക്ടീരിയാസ് എല്ലാം അത് കഴിച്ചത് നമുക്ക് ആ ഒരു പൗഡർ ഫോമിലേക്കാണ് ആയി വരുന്നത്. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, അത് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നോക്കിയാൽ കാണാം, നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ടുള്ള ഒരു ചെറിയ അറേഞ്ച്മെന്റ് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് കിണർ വരുന്നത്. വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു കിണറിന്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പൂക്കാട്ടുപടി ഭാഗമാണ്, ചുവന്ന മണ്ണാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെങ്കല്ലിലാണ് ഈ ഒരു കിണർ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. താഴേക്ക് കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ചെങ്കല്ലിന്റെ വാട്ടർ ആണ്.
ഡയറക്റ്റ് ഭൂമിയിൽ നിന്നും വരുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളത് KWയുടെ വാട്ടറും കൂടിയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ച് വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ രണ്ട് സൈഡും കണ്ടു നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരെ കയറി നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. പില്ലർ വന്നിട്ടാണെങ്കിലും ഭംഗിയുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള വർക്കുകളും ചെറിയൊരു ഫാൻ ഫെസിലിറ്റി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ശാന്ത സുന്ദരമായ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 3600 ഇതിന്റെ ലാൻഡ് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്കൊരു 2 സെന്റോ 3 സെന്റോ കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഈ മതിലിനോട് ചേർന്ന് തന്നെ വേറെ ലാൻഡ് കൂടെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ മാർബിൾ ഹോംസ് വഴി തീർച്ചയായിട്ടും ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീടിന്റെ മെയിൻ ഡോറെ കാണുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടിളപ്പടിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഒരു ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലേക്കാണ് ഫേസിംഗ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഇവിടുത്തെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു വലിയ ഏരിയ തന്നെയാണ് ഇവിടെ ലിവിംഗിനും ഡൈനിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് കിട്ടുന്നത്. അപ്പൊ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോറിന്റെ ആ ഒരു സൈഡിലായിട്ട് നോക്കിയാൽ കാണാം 2 വിൻഡോസ് അവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഈ 2 ഭാഗങ്ങളിൽ 2 വിൻഡോസ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയായിട്ട് ബ്രൗൺ കളർ ഷെയ്ഡിൽ മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ നമുക്ക് ഇതുപോലെ തുറക്കാവുന്ന ഡ്രോസ് ഉണ്ട്. അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ വരുന്നത്. അതുകൂടാതെ 2 ഫാൻ ഫിറ്റിംഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗും ഡൈനിങ്ങും കൂടെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയൊരു ഫാൻ തന്നെ നമുക്ക് 2 ഫാനുകളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഗ്രാനൈറ്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കംപ്ലീറ്റ് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കയറി പോകുന്ന വഴിയിൽ നമുക്ക് നല്ല ഫ്ലവർ പോട്ട്സ് ഒക്കെ വെച്ച് ഭംഗിയായിട്ട് നല്ലൊരു ഫ്രെയിം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആയിരിക്കുന്ന ആ ഒരു പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഡിബിമീറ്ററിന്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ചെറിയ വേറൊരു ഓപ്പൺ ഷെൽഫ് കൂടെ കാണാം. അതിനകത്താണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്റ്റെപ്പിന്റെ നേരെ അടുത്തായിട്ടാണ് ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയൊക്കെ ആണെങ്കിലും മൾട്ടിവുഡ് കൊണ്ട് നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴത്ത് വരുന്ന ഭാഗം നോക്കിയാൽ കാണാം നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനായിട്ട് അവിടെയും ആ ഒരു മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് നല്ല ലാമിനേഷൻ ഷീറ്റ് തന്നെയാണ് അറേഞ്ച്മെന്റ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒന്നാമത്തെ ബെഡ്റൂം ആണ്. ഇതിന്റെയൊക്കെ ഡോറുകൾ ഫ്രണ്ടിലത്തെ ഡോർ ഞാൻ പറഞ്ഞിരുന്നു തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തെ ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ കട്ട്ലയെല്ലാം വന്നിട്ട് ആഞ്ഞിലിയിലും ഫ്രെയിമുകളെല്ലാം വന്നിട്ട് പ്ലാവിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ അളവ് നോക്കുവാണെങ്കിൽ 9 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു മാംഗോ ഷെയ്ഡിലാണ് അത് വന്നിരിക്കുന്നത്. ലീഫി ഡിസൈനുകൾ വരുന്നുണ്ട്. മൾട്ടിവുഡിൽ തന്നെ നല്ല ലാമിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ് ചെയ്യാനുള്ള പർപ്പസിനൊക്കെ ആയിട്ട് വലിയൊരു മിററാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഫുൾ കവർ ചെയ്യുന്ന മിറർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഡിസൈനുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ താഴേക്ക് ഡീപ്പ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആങ്കറിലും LMTയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 12 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ വേറെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട അതേ കളർ കോമ്പിനേഷനിൽ തന്നെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് നല്ലൊരു ഫുൾ കവർ ആവുന്ന മിറർ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ്. മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു ഫാൻ ഫിറ്റിംഗ് കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്.
അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോർ നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകളെല്ലാം വന്നിട്ട് ഗ്രേ ആൻഡ് ഒരു ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ്. ബോർഡുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ടി വി യൂണിറ്റിന് അടുത്തായിട്ടാണ് നമ്മളുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ വന്നിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ വന്നിട്ട് ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലും നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചണിന്റെ ഒരു ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഗ്ലോസി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ്, പക്ഷെ നല്ല ലാമിനേഷൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ട് ബ്ലാക്ക് കളറിൽ സിൽവർ ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ സൈഡിലും അതുപോലെ താഴേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ വാർഡ്രോബുകളുടെ അതേ ഡിസൈനും കളറും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പ്യൂർ ഫ്ലെയിംസിന്റെ ഒരു ചിമ്മിണി കൂടി നമ്മൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് 2 വിൻഡോസും ഈ ഭാഗത്ത് വേറെ വലിയ 2 വിൻഡോസും ആണ് കിട്ടുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് ടൈലാണ്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് ഇവിടെ നേരെ റൂഫിൽ നോക്കിയാൽ ഈവൻ കിച്ചണിൽ പോലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നോക്കിയാലും കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് വർക്കുകൾ വരുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ വർക്ക് ഏരിയ ആയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും റൂഫ് കവർ ചെയ്തെടുക്കാവുന്നതാണ്. താഴെയുള്ള എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ് നമുക്കിനി നേരെ മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ആ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന് താഴെയൊക്കെ ആയിട്ട് എയർ ഹോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കിയാൽ കാണാം മുകളിൽ എയർ ഹോൾസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് ഭംഗിയായിട്ടാണ് ഇവിടെ തൂക്കിയിരിക്കുന്നത്. റൂഫൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിട്ട് അവിടെയൊക്കെ ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു ചെറിയ ഹാളിലേക്കാണ്. ലെങ്തി ആയിട്ടുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു റൂം കിട്ടുന്നുണ്ട്. ഒരു റീഡിംഗ് റൂം ആയിട്ടോ കുട്ടികൾക്കായിട്ടുള്ള റൂം ആയിട്ടോ ഗസ്റ്റ് വന്നാൽ കിടക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ റൂം ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ അളവ് നോക്കുവാണെങ്കിൽ 10-9 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനുകളും ആവശ്യത്തിന് മാത്രമുള്ള ബൾബ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഒരു ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കാണാം. ഇത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ബാൽക്കണി ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലേക്കാണ് വ്യൂ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്തിരിക്കുന്നത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. റൂഫിൽ നോക്കിയാൽ നല്ലൊരു ഡിസൈനുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ലെഫ്റ്റ് സൈഡ് ആണ് കണ്ടത്. ഈ ഒരു റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അളവ് നോക്കുവാണെങ്കിൽ 10-10 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഡിഫറെന്റ് ആയ ഒരു മോഡലിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഒരു ഗ്ലോസി ലാമിനേഷനോട് കൂടിയിട്ട് മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഡിസൈനോട് കൂടിയ ഒരു ഡോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളറിൽ കുറച്ച് ഡിസൈൻ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും നോക്കിയാലും എയർ ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ്. ഇത് 3ാമത്തെ ബെഡ്റൂം ആണ്. ഇത് നമ്മൾ 4ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ മറ്റു വീടുകളിലൊന്നും ഇല്ലാത്ത ഒരു സംവിധാനം, ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട്. ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം അപ്പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബാത്റൂം ഷെയർ ചെയ്യുന്നതാണ്. ഇതൊരു കോമൺ ബാത്റൂം ആയിട്ടും യൂസ് ചെയ്യാം. നമ്മളിപ്പോ ഇനി കാണാൻ പോകുന്ന 4ാമത്തെ ബെഡ്റൂം കൂടെ ഷെയർ ചെയ്യുന്ന ഒരു ബാത്റൂം ആയിട്ടാണ് ഇത് വരുന്നത്. 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും നല്ല സ്പേഷ്യസ് തന്നെയാണ്. 12 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ ബാക്കിയുള്ള 3 വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ താഴെ കണ്ട സെയിം ഡിസൈനിൽ തന്നെയാണ്. രണ്ടിന്റെയും കൂടെ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു മിറർ കൂടി കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഈ ബാത്റൂം തന്നെയാണ് നമ്മൾ നേരത്തെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത്.
ഇനി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്താണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെയിം തന്നെയാണ്. കളർ കോമ്പിനേഷനുകളൊക്കെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന നല്ല കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് ഫിറ്റിംഗ്സും അറേഞ്ച്മെന്റ്സും എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു റൂമാണിത്. നല്ല അടച്ചുറപ്പായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ഡോർ ഉണ്ട്. അത് തുറന്നാൽ നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം വന്ന് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. ഏകദേശം 200-250 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. നല്ലൊരു വീടാണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3600 സെന്റിലാണ് 3.6 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് മറ്റൊരു റീഡിംഗ് റൂം കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പ്ലസ് അത് കൂടാതെ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയയും കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തത് കിട്ടുന്നുണ്ട്. 3.600 സെന്റ് സ്ഥലത്ത് ഇത്ര ഭംഗിയായിട്ട് ഇത്രയും സൗകര്യങ്ങളോട് കൂടി 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല കിണർ വെള്ളം കിട്ടുന്ന ഒരു വീട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ മറ്റെവിടെ കിട്ടും? വെറും 55 ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ഓണർ ചോദിക്കുന്നത്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല റേറ്റിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിലും പറഞ്ഞോളൂ. മാർബിൾ ഹോംസ് അതും അറേഞ്ച് ചെയ്ത് തരാം. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരാനും ഞങ്ങൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഭംഗിയുള്ള കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഈ ഒരു വീട്, അതും റോഡിനടുത്ത്, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. 3600 സെന്റിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ലാൻഡ് കൂടി അധികം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന വീടിനോട് കൂടി തന്നെ നമുക്ക് ലാൻഡും കൂടെ ലഭ്യമാണ്. സെന്റിന് 5 ലക്ഷം രൂപ നിരക്കിൽ നിങ്ങൾക്ക് ആ ലാൻഡും കൂടെ നമ്മൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.